ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നുമില്ലാതെ ആവിയിൽ വേവിച്ചെടുത്തൊരു പുഡിംഗ് ആണ് കേട്ടോ. വെറും 2 ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിലേക്ക് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് വേണ്ടത്, അതായത് യോഗേട്ട്. അപ്പോൾ ഞാനിവിടെ 1.25 കപ്പ് യോഗേട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ തൈര് എടുക്കുകയാണെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ആ ഒരു കട്ട തൈര് മാത്രം എടുക്കുക കേട്ടോ. ഞാനിവിടെ 1.25 കപ്പ് കട്ട തൈര് ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് രണ്ടും മാത്രം മതി നമ്മുടെ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഞാനിപ്പോൾ ഇത് രണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സ്റ്റീലിൻ്റെ ചെറിയ 4 ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ എണ്ണ പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഏകദേശം ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവി കയറ്റുമ്പോഴേക്കും ഇത് നല്ല പോലെ സെറ്റായിട്ട് വരും. അപ്പോൾ ഞാനിതൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ ഞാനിത് 15 മിനിറ്റ് ആയപ്പോൾ എടുത്തപ്പോഴേക്കും ഇത് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നല്ല പോലെ തണുത്തതിന് ശേഷം വേണം കേട്ടോ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ. തണുത്ത് കഴിഞ്ഞാൽ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. നമ്മൾ ലസ്സിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നവരല്ലേ തൈര് ഒഴിച്ചിട്ട്. അപ്പോൾ ഈ ഒരു പുഡിങ്ങും ലസ്സിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു പുഡിങ്ങും നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്